ഔട്ട് പ്രതീക്ഷിച്ചിരുന്നത് ഇത്ര എക്സ്ട്രീം ആയിട്ട് ഒരു സംഭവം വരുമെന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്ത സമയത്ത് ഷോർട്ട് ഫിലിം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമ കാണുമ്പോൾ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ളത്. കാര്യം ഷോർട്ട് ഫിലിം തന്നെ ഭയങ്കര ഒരു ത്രില്ലർ മൂഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ എക്സ്റ്റൻഷൻ എന്താണെന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അഗെയിൻ പെർഫോമൻസസ് നമുക്കറിയാം, കുറച്ച് പേരെ വെച്ചിട്ടാണ് ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഫുൾ ഓഫ് ചെയ്തത്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാരും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഡയറക്ടർ അനിയനോട് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? കണ്ടിറങ്ങിയ സമയത്ത് അത് ഞങ്ങൾ പിന്നെ പറഞ്ഞോളാം. ഇല്ല, ഇത് എല്ലാവരുടെയും ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സിനിമ വരുമല്ലേ കേട്ടോ. അതെ, ഇതായിരുന്നു അനിയന്റെ കരിയർ ബെസ്റ്റ്. വിനീതേട്ടനോട് ചോദിക്കും. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പടം? പടം നിങ്ങളാണ് കാണുന്നത്, നിങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത്. ഞാൻ ആസിഡിന്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ കഥ അറിയുന്നത് കൊണ്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുന്നത്. വളരെ സന്തോഷം, ഇഷ്ടമായി. ഈ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്ത എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആംഗ്രി മാൻ. അതെ, ഞാൻ യൂണിഫോമിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈ ഉണ്ടായിരുന്നു എനിക്ക്. അതിനേക്കാൾ ഉപരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഷോർട്ട് ഫിലിം എനിക്ക് കണ്ടപ്പോൾ തൊട്ട് അത് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫിലിമാണ്. സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതെങ്ങനെ വരും എന്നറിയാനുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര എങ്ങനെ ഉണ്ടായത് ഈ ഒരു എക്സ്പീരിയൻസ്? എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ ഇത് തന്നെയായിരുന്നല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര സന്തോഷം. എനിക്കൊന്നും പറയില്ല. എനിക്ക് ഇനി എല്ലാരും പടം കണ്ട അഭിപ്രായം പറയുക. അതിനുവേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ 2 സീറ്റ് അപ്പുറം പോയിരുന്നു. ഭയങ്കര സന്തോഷം. ഇല്ല, ഞങ്ങൾ വീട്ടിൽ പോയി പറയും. താങ്ക് യു. എല്ലാവരും അപ്പൊ പടം പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കിടിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല സ്പീക്കറും നല്ല സൗണ്ട് ഒക്കെ ഉള്ളിടത്ത് പോയി കണ്ടോ. അപ്പൊ ചേർത്ത് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ തുടക്കമാണ്. അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്ന വലിയൊരു കാര്യമാണ്. അതെ, നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു എക്സ്പെരിമെന്റൽ മൂവി തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം എൻ്റെ ഷൂട്ടിന്റെ സീന് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഗണ്ണിന് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഫുൾ ഫോറസ്റ്റിലാണ് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു ഷൂട്ട്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വർക്കായി. നമ്മൾ കാണാത്ത ഒരു രീതിയിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് അതിന്റെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ളത് അതെ, ഹിറ്റാക്കിത്താ. ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിലാണുള്ളത്. സംഭവം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് അതുപോലെ കിട്ടി. പിന്നെ മേക്കിങ്ങും സൗണ്ടും എല്ലാം മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ. നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, ഉറപ്പായിട്ടും. കാരണം നമ്മളും ഇപ്പം അസ്കർ ഫ്രണ്ടാണ്. പുള്ളി പറയുമ്പോഴും നമ്മൾ ഓക്കെ ഒരു ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ചു. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു പുള്ളി പറഞ്ഞതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലായത്. ഭയങ്കര അടിപൊളി. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഏതാ പറയാം. തിയേറ്ററിൽ തന്നെ കാണുന്ന പടമാണ്. അടിപൊളിയായിരുന്നു. അല്ല, ഇവരുടെ ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്ത് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നല്ലോ. അപ്പൊ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഫീൽ ചെയ്യുമല്ലോ. പിന്നെ എന്താ പറയാ, അസ്കർ അല്ല, എല്ലാവർക്കും ഒരു നമുക്കങ്ങനെ ജഡ്ജ്മെന്റിൽ ഓൾറെഡി പറയാൻ പറ്റില്ലല്ലോ. ട്രെയിലർ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് തിയേറ്ററിൽ കാണാം എന്ന് പറഞ്ഞ് കണ്ടു, അടിപൊളിയായിരുന്നു. എന്നോ
ഒരു സയൻസ് ഫിക്ഷൻ ആണെന്ന് പറയാം. വേണമെങ്കിൽ എനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെ കാറ്റഗറി കറക്റ്റ് പറയാൻ അറിയില്ല. കുറച്ച് സമയത്തിൻ്റെ ഒക്കെ ഉള്ളൊരു ഇതാണ്. അടിപൊളിയാണ്. ഇത് ഒരു എക്സ്പെരിമെന്റൽ മൂവി ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്നോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാവുന്ന ഒരു പ്ലോട്ടാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ ആണെങ്കിലും ആക്ടേഴ്സ് എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.